പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെം 3യിലെ ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് സെക്ഷൻ എ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ഖേദ സത്യാഗ്രഹ ടേക്ക് പ്ലേസ്? ഖേദ സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ആൻസർ 1918. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു റോട്ട് ഹിന്ദ് സ്വരാജ്? ഹിന്ദ് സ്വരാജ് എഴുതിയത് ആരാണ്? ആൻസർ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി 1909 എഴുതിയതാണ് ഹിന്ദ് സ്വരാജ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു വേർ ദ അലി ബ്രദേഴ്സ്? അലി ബ്രദേഴ്സ് ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി ജൗഹർ, മൗലാന ഷൗക്കത്ത് അലി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് മേഡം ഭിഖാജി കാമ? മേഡം ഭിഖാജി കാമ ആരായിരുന്നു? ആൻസർ ഭിഖാജി കാമ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ദേശീയ നേതാവുമായിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് കൽപ്പന ദത്ത? കൽപ്പന ദത്ത ആരായിരുന്നു? ആൻസർ കൽപ്പന ദത്ത ബംഗാളിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകാരിയുമായിരുന്നു. ആറാമത്തെ ചോദ്യം, ഹു ആർ ദ എഡിറ്റേഴ്സ് ഓഫ് യുഗന്താർ? യുഗന്താറിലെ എഡിറ്റേഴ്സ് ആരൊക്കെയാണ്? ആൻസർ ബരീന്ദ്രകുമാർ ഘോഷ്, ഭൂപേന്ദ്രനാഥ് ദത്ത, അഭിനാഷ് ഭട്ടാചാര്യ. ഏഴാമത്തെ ചോദ്യം, ഹു വാസ് സൂര്യാസെൻ? സൂര്യാസെൻ ആരായിരുന്നു? ആൻസർ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു പ്രമുഖ ഇന്ത്യൻ വിപ്ലവകാരിയായിരുന്നു. എട്ടാമത്തെ ചോദ്യം, ഹു വാസ് ചന്ദ്രശേഖർ ആസാദ്? ചന്ദ്രശേഖർ ആസാദ് ആരായിരുന്നു? ആൻസർ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി പോരാടിയ ധീരനായ ഒരു ഇന്ത്യൻ വിപ്ലവകാരിയായിരുന്നു ചന്ദ്രശേഖർ ആസാദ്. ഒമ്പതാമത്തെ ചോദ്യം, ഹു വാസ് ലോർഡ് ഇർവിൻ? ലോർഡ് ഇർവിൻ ആരായിരുന്നു? ആൻസർ ബ്രിട്ടീഷ് ഭരണകാലത്ത് 1926 മുതൽ 1931 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു ലോർഡ് ഇർവിൻ. പത്താമത്തെ ചോദ്യം, റൈറ്റ് എ നോട്ട് ഓൺ ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തെക്കുറിച്ച് ഒരു നോട്ട് എഴുതുക. ആൻസർ ഇന്ത്യയുടെ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി 1931 ലണ്ടനിൽ ചേർന്ന സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. 11ാമത്തെ ചോദ്യം, വാട്ട് വാസ് ആസാദ് ഹിന്ദ് ഫൗജ്? ആസാദ് ഹിന്ദ് ഫൗജ് എന്തായിരുന്നു? ആൻസർ രണ്ടാം ലോക യുദ്ധ സമയത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടുന്നതിനായി രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി INA ആയിരുന്നു ആസാദ് ഹിന്ദ് ഫൗജ്. 12ാമത്തെ ചോദ്യം, ഹു റോട്ട് ഇന്ത്യ വിൻസ് ഫ്രീഡം? ഇന്ത്യ വിൻസ് ഫ്രീഡം എഴുതിയത് ആരാണ്? ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ്. 13ാമത്തെ ചോദ്യം, ഹു വാസ് അരുണ ആസഫ് അലി? അരുണ ആസഫ് അലി ആരായിരുന്നു? ആൻസർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും രാഷ്ട്രീയ നേതാവുമായിരുന്നു അരുണ ആസഫ് അലി. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ഭരണഘടനയിലെ സംസ്ഥാന നയ നിർദ്ദേശ തത്വങ്ങളുടെ പ്രാധാന്യം എന്ത്? ആൻസർ DPSP, സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഭാഗം 4, ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് VP മേനോൻ? VP മേനോൻ ആരായിരുന്നു? VP എന്ന് പറഞ്ഞാൽ വാപ്പല പങ്കുണ്ണി. വാപ്പല പങ്കുണ്ണി മേനോൻ ആരായിരുന്നു? ഒരു പ്രമുഖ ഇന്ത്യൻ സിവിൽ സർവീസുകാരനും ഭരണഘടനാ ഉപദേഷ്ടാവുമായിരുന്നു വി പി
മേനോൻ. ഇതിൻ്റെ ആൻസർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ ലഭിക്കുന്നതാണ്. ലഭിക്കാൻ വേണ്ടി വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.